കുരു രാജവംശം പാരമ്പര്യമായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് ഹസ്തിനപുരം. ആ സമയത്ത് സന്തനു ആയിരുന്നു അവിടുത്തെ രാജാവ്. തന്റെ പൂർവികരെ പോലെ മികച്ച ഒരു യോദ്ധാവായിരുന്നു അദ്ദേഹം. അതുകൊണ്ടുതന്നെ ജനങ്ങൾക്കിടയിൽ അദ്ദേഹത്തിന്റെ പ്രൗഢി വളരെ വലുതായിരുന്നു. ഒരിക്കൽ നദിക്കരയിലൂടെ സവാരി നടത്തുന്ന സമയത്താണ് അയാൾ ആ കാഴ്ച കാണുന്നത്. സൂര്യപ്രകാശത്തിൽ തിളങ്ങുന്ന ജലത്തിൽ ഒരു മുഖവും തിളങ്ങുന്നു. അതീവ സുന്ദരിയായ ഒരു യുവതിയായിരുന്നു അത്. തന്റെ ജീവിതത്തിൽ ഇത്രയധികം സൗന്ദര്യമുള്ള ഒരു യുവതിയെ സന്തനു കണ്ടിട്ടില്ലായിരുന്നു. നിന്നെപ്പോലെ സുന്ദരിയായ ഒരു സ്ത്രീയെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. നീ എന്തുകൊണ്ടും എൻ്റെ രാജ്ഞിയാകുവാൻ യോഗ്യയാണ്. പക്ഷേ അതിന് നിനക്ക് സമ്മതമാണോ? സന്തോഷം രാജൻ. എന്നാൽ എനിക്കൊരു നിബന്ധനയുണ്ട്. അങ്ങേക്കൊരിക്കലും ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിൽ എന്നെ ചോദ്യം ചെയ്യാനോ എന്നെപ്പറ്റി എന്തെങ്കിലും അറിയുവാനോ യാതൊരു അധികാരവും ഉണ്ടായിരിക്കില്ല. ഇതെപ്പോഴെങ്കിലും ലംഘിക്കപ്പെട്ടാൽ ഞാൻ അങ്ങേ വിട്ടു പോകുന്നതാണ്. അവളുടെ വിചിത്രമായ ആവശ്യം കേട്ട് അയാൾ അത്ഭുതത്തോടെയാണെങ്കിലും അത് അംഗീകരിച്ചു. അല്പം ദിവസങ്ങൾക്കുള്ളിൽ അവർ വിവാഹം കഴിച്ചു. പേര് പോലും അറിയാത്ത അജ്ഞാതയായ അവൾ സന്തനുവിന് നല്ലൊരു ഭാര്യയായി മാറി. വർഷങ്ങൾക്ക് ശേഷം അവർക്ക് ആരോഗ്യവും സൗന്ദര്യവുമുള്ള ഒരു കുട്ടി ജനിച്ചു. സന്തനുവിന് ആ സന്തോഷം അടക്കുവാൻ സാധിച്ചില്ല. രാജ്യത്തെ എല്ലാവർക്കും മധുരം അയാൾ പങ്കുവച്ചു. അയാളുടെ സന്തോഷം ഹസ്തിനപുരം മുഴുവനും ആഘോഷിച്ചു. ലോകത്തിലെ ഏറ്റവും സന്തോഷവാനായ വ്യക്തിയാണ് താനെന്ന് സന്തനുവിന് ആ സമയത്ത് തോന്നി. എന്നാൽ ഒട്ടും പ്രതീക്ഷിക്കാതെയായിരുന്നു അത് സംഭവിച്ചത്. ഒരു രാത്രിയായിരുന്നു അത്. തന്റെ ഭാര്യ കുഞ്ഞിനെയും എടുത്ത് ഇറങ്ങിപ്പോകുന്നതിന്റെ ശബ്ദം കേട്ടാണ് അയാൾ ഉണർന്നത്. ശബ്ദമുണ്ടാക്കാതെ അയാൾ ഭാര്യയെ പിന്തുടർന്നു. അവർ പരസ്പരം കണ്ടുമുട്ടിയ നദിക്കരയിലേക്കാണ് ഭാര്യ കുഞ്ഞിനെയും എടുത്തപ്പോൾ എത്തിയിരിക്കുന്നത്. അവൾ നദിയിലേക്ക് തന്നെ സൂക്ഷ്മമായി നോക്കി നിൽക്കുകയാണ്. എന്താണ് നടക്കുന്നതെന്ന് സന്തനുവിനും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. അയാൾ ശബ്ദമുണ്ടാക്കാതെ നോക്കി നിന്നു. പെട്ടെന്നായിരുന്നു തന്നെ ഞെട്ടിക്കുന്ന ആ കാഴ്ച അയാൾ കണ്ടത്. സന്തനു അതിവേഗത്തിൽ അവളുടെ അടുത്തേക്ക് കുതിക്കാൻ തുടങ്ങി. പക്ഷെ പെട്ടെന്നായിരുന്നു അവൾക്ക് നൽകിയ ആ വാക്ക് അയാളുടെ മനസ്സിലേക്ക് വന്നത്. അങ്ങേക്കൊരിക്കലും ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിൽ എന്നെ ചോദ്യം ചെയ്യാനോ എന്നെപ്പറ്റി എന്തെങ്കിലും അറിയുവാനോ യാതൊരു അധികാരവും ഉണ്ടായിരിക്കില്ല. ഇതെപ്പോഴെങ്കിലും ലംഘിക്കപ്പെട്ടാൽ ഞാൻ അങ്ങേ വിട്ടു പോകുന്നതാണ്. അവളെ നഷ്ടപ്പെടുത്തുവാൻ സന്തനു ഒരുക്കമല്ലായിരുന്നു. അവളോടുള്ള സ്നേഹം കാരണം തന്റെ വേദന അയാൾ ഉള്ളിൽ കടിച്ചമർത്തി. 7 വർഷങ്ങൾക്ക് ശേഷം അവർക്ക് മറ്റൊരു കുട്ടിയുണ്ടായി. എന്നാൽ ആ കൊച്ചിനെയും അവൾ ഇതുപോലെ തന്നെ ആ നദിയിലിട്ടു. സന്തനു തന്റെ വേദന ഉള്ളിലൊതുക്കി. ഒരക്ഷരം പോലും അവളോട് ചോദിച്ചില്ല. പിന്നീട് അവർക്കുണ്ടായ 7 കുട്ടികളെയും അവൾ ആ നദിയിൽ ഉപേക്ഷിച്ചു. പിന്നീട് 8ാമതും ഇത് ആവർത്തിക്കുന്നത് കണ്ടപ്പോൾ സന്തനു അവന്റെ നിയന്ത്രണം വിട്ടു. എന്തിനാണ് നീ കുഞ്ഞുങ്ങളെ ഇങ്ങനെ കൊല്ലുന്നത്? അതിന് മറുപടിയായി അവൾ പറഞ്ഞു, രാജൻ, അങ്ങെനിക്ക് നൽകിയ വാക്ക് തെറ്റിച്ചിരിക്കുന്നു. എന്നാൽ ഞാൻ എന്തിനാണ് 7 കുഞ്ഞുങ്ങളെ കൊന്നതെന്ന് ഞാൻ പറയാം. അങ്ങ് ഇതുവരെയും ചോദിച്ചിട്ടില്ലെങ്കിലും ഞാൻ പറയുകയാണ്. എൻ്റെ പേര് ഗംഗ. ഞാൻ അങ്ങേക്ക് നൽകിയ 7 പുത്രന്മാരും മുൻ ജന്മത്തിൽ ചെയ്ത പാപങ്ങളാൽ ഭൂമിയിൽ മനുഷ്യർക്കിടയിൽ നരകിക്കുവാൻ വിധിച്ചിരുന്നവരാണ്. എൻ്റെ വിശ്വാസപ്രകാരം മോക്ഷമാണ് ഞാൻ അവർക്ക് നൽകിയത്. പിന്നെ 8ാമത്തെ ഈ കുഞ്ഞ്, ഇവൻ അങ്ങേക്കൊരു നല്ല പുത്രനും ഹസ്തിനപുരത്തിന് ഒരു നല്ല രാജാവുമായിരിക്കും. ഇവനെ കുറച്ച് ദിവസത്തേക്ക് ഞാൻ കൊണ്ടുപോകും. അതിനുശേഷം ഞാൻ തിരിച്ചേൽപ്പിച്ചുകൊള്ളാം. ഇത്രയും പറഞ്ഞ് ഗംഗ ആ നദിക്കരയിലൂടെ നടന്നകന്നു. നിരാശനായ സന്തനു കൊട്ടാരത്തിലേക്ക് തിരിച്ചുപോയി. ഗംഗയുടെ അസാന്നിധ്യം സന്തനുവിനെ പൂർണ്ണമായും ബാധിച്ചു. കൂടുതൽ സമയവും ആ നദിക്കരയിൽ തന്നെ ഇരിക്കുവാൻ അയാൾ തുടങ്ങി. പക്ഷേ ഒരിക്കൽ പോലും ഗംഗയെ കാണുവാൻ അയാൾക്ക് കഴിഞ്ഞില്ല. ഗംഗാ നദി കരയിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് സന്തനു ആ കാഴ്ച കാണുന്നത്. കാണുവാൻ അതീവ സുന്ദരനും ശക്തനുമായ ഒരു യുവാവ് അമ്പുകൾ ഉപയോഗിച്ച് നദിയിൽ ജലപ്രവാഹം തടസ്സപ്പെടുത്തി അണക്കെട്ട് നിർമ്മിക്കുന്നു. അയാൾക്കത് വിശ്വസിക്കുവാനായില്ല. സാധാരണ ഒരു കൂട്ടം ആളുകൾ ചെയ്യുന്ന ജോലിയാണ് ഈ യുവാവ് ഒറ്റയ്ക്ക് ചെയ്യുന്നത്. ആ യുവാവിനെ പരിചയപ്പെടാമെന്ന് കരുതി അയാൾ യുവാവിന്റെ അടുത്തേക്കെത്തി. അയാൾക്കത് വിശ്വസിക്കാനായില്ല. തൊട്ടപ്പുറം അതാ ഗംഗ നിൽക്കുന്നു. രാജൻ, ഇതാണ് അങ്ങയുടെ പുത്രൻ ദേവവ്രതൻ. ക്ഷത്രിയ വംശത്തിൽ ഇവനെ വെല്ലാൻ ആരും തന്നെ ഉണ്ടാവില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് ഗംഗ നടന്നകന്നു. സന്തനു അതീവ സന്തോഷത്തോടെ തന്റെ മകന്റെ കണ്ണുകളിലേക്ക് നോക്കി നിന്നു. ഹസ്തിനപുരത്തിന്റെ യുവരാജാവ്, അഭിമാനത്തോടെ സന്തനു പറഞ്ഞു. വൈകാതെ തന്നെ ദേവവ്രതൻ യുവരാജാവായി സ്ഥാനമേറ്റു. എന്നാൽ വിധിയുടെ ചക്രങ്ങൾ സന്തനു വിചാരിച്ചതുപോലെ ആയിരുന്നില്ല കറങ്ങിയത്.
കുറച്ചു വർഷങ്ങൾക്ക് ശേഷം സന്തനു സത്യാവതി എന്ന യുവതിയുമായി കണ്ടുമുട്ടാനിടയായി. സത്യാവതിയുടെ സൗന്ദര്യവും സാമർഥ്യവും അയാൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. സത്യാവതിയുമായി സന്തനു പ്രണയത്തിലായി. കുറച്ചു നാളുകൾക്കുള്ളിൽ തന്നെ ആ പ്രണയം അതിതീവ്രമായി മാറി. അവളെ വിവാഹം കഴിക്കാമെന്ന തീരുമാനത്തിൽ അയാളെത്തി. ഒരു ദരിദ്ര കുടുംബത്തിലായിരുന്നു സത്യാവതി ജനിച്ചത്. വീട്ടുകാർ സമ്മതിക്കാതെ താൻ വിവാഹം ചെയ്യില്ല എന്ന് അവൾ സന്തനുവിനോട് പറഞ്ഞിരുന്നു. അങ്ങനെ സന്തനു സത്യാവതിയുടെ വീട്ടിൽ ചെന്ന് അച്ഛനോട് കാര്യം പറഞ്ഞു. എന്നാൽ സന്തനു പ്രതീക്ഷിച്ചതുപോലെയുള്ള ഒരു മറുപടി അല്ലായിരുന്നു അച്ഛനിൽ നിന്നും അയാൾക്ക് ലഭിച്ചത്. ഞങ്ങൾ പാവപ്പെട്ടവരാ രാജൻ. നിങ്ങൾ രാജാക്കന്മാർക്കൊരു കളിപ്പാവയായിരിക്കും ഞങ്ങൾ. പക്ഷേ എൻ്റെ മകളെ ഒരു കളിപ്പാവയാക്കുവാൻ എനിക്ക് താല്പര്യമില്ല. എൻ്റെ മകളിൽ നിങ്ങൾക്കുണ്ടാകുന്ന കുട്ടിയായിരിക്കും അടുത്ത ഹസ്തിനപുരത്തിൻ്റെ രാജാവെന്ന് നിങ്ങൾ എനിക്ക് വാക്ക് തന്നാൽ വിവാഹത്തിന് ഞാൻ സമ്മതിക്കാം. സന്തനുവിന്റെ നെഞ്ചിലായിരുന്നു ആ വാക്കുകൾ തറച്ചത്. ദേവവൃതന്റെ രാജസ്ഥാനം മറ്റൊരാൾക്ക് കൊടുക്കുക എന്നത് അയാൾക്ക് ചിന്തിക്കാൻ കൂടി കഴിയില്ലായിരുന്നു. അങ്ങനെ മറുപടിയില്ലാതെ സന്തനു ആ വീട്ടിൽ നിന്നും വന്നിറങ്ങി. സത്യാവതിയുടെ ഓർമ്മകളായിരുന്നു അയാളുടെ മനസ്സ് നിറയെ. തന്റെ മകനു വേണ്ടി അവളെ മറക്കാമെന്ന് സന്തനു തീരുമാനിച്ചു. എന്നാൽ അത്ര എളുപ്പമായിരുന്നില്ല ആ കാര്യം. രാജ്യകാര്യങ്ങളിൽ അയാളുടെ ശ്രദ്ധ നഷ്ടപ്പെട്ടു. പതിയെ പതിയെ സന്തനു മാനസിക സമ്മർദ്ദത്തിലായി. തന്റെ പിതാവിന്റെ ഈ അവസ്ഥ കണ്ടു നിൽക്കാൻ ദേവവൃതന് സാധിക്കുന്നുണ്ടായിരുന്നില്ല. ശേഷം ദേവവൃതൻ തന്റെ അച്ഛനെയും കൂട്ടി സത്യാവതിയുടെ വീട്ടിലേക്കെത്തി. സത്യാവതിയുടെ അച്ഛനും അവിടെ ഉണ്ടായിരുന്നു. അവരെല്ലാം കേൾക്കെ ദേവവൃതൻ ഒരു ശപഥം ചെയ്തു. ദേവവൃതൻ എന്ന ഞാൻ ഹസ്തിനപുരത്തിന്റെ യുവരാജാവ് എന്ന പദവി ഇവിടെ ബഹിഷ്കരിക്കുകയാണ്. ഇനി ഭാവിയിൽ ഒരിക്കലും ഞാൻ ഹസ്തിനപുരത്തിന്റെ രാജാവാകില്ല. ഭാവിയിൽ എന്റെ ഭാഗത്തു നിന്നും കിരീടത്തിനൊരു ഭീഷണി വരാതിരിക്കാൻ ഞാൻ എന്റെ ജീവിതത്തിൽ വിവാഹം ചെയ്യുകയുമില്ല. ഒരു പൂർണ്ണ ബ്രഹ്മചാരിയായി ഞാൻ എന്റെ ജീവിതം ജീവിക്കുന്നതാണ്. കേട്ടുനിന്ന എല്ലാവരും ഞെട്ടി. സന്തനുവിന് അത് സഹിക്കാൻ കഴിയുന്നുണ്ടായില്ല. തന്റെ പിതാവിനു വേണ്ടി സ്വന്തം കിരീടാവകാശവും ജീവിതവും സമർപ്പിച്ച തന്റെ മകനെ അയാൾക്ക് വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല. ശേഷം സന്തനു സത്യവതിയെ വിവാഹം കഴിച്ചു. വർഷങ്ങൾക്ക് ശേഷം അവർക്ക് 2 കുട്ടികളും പിറന്നു. തന്റെ കഠിനമായ ശപഥം ലാഘവത്തോടെ യാഥാർത്ഥ്യമാക്കിയ ദേവവൃതനെ നാട്ടുകാർ വളരെയധികം സ്നേഹിക്കുവാനും ആരാധിക്കുവാനും തുടങ്ങി. അവർ പിന്നീട് അയാളെ മറ്റൊരു പേരിൽ വിളിക്കുവാൻ ആരംഭിച്ചു, ഭീഷ്മ.